എന്നൊരു ഹോസ്പിറ്റൽ വ്ലോഗാണ്. എനിക്കൊരു ചെറിയ സർജറി ഉണ്ടായിരുന്നു. അംബിലിക്കൽ ഹെർണിയ എന്ന് പറഞ്ഞ ഒരു ഇതെനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സർജറി ആയിട്ട് ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ചെറിയൊരു വ്ലോഗാണ് ഞാൻ എടുത്തേക്കുന്നത്. എനിക്ക് 2 C-സെക്ഷൻ ആയിരുന്നു. അതിന് ശേഷം വീണ്ടും ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വീണ്ടും കയറേണ്ടി വരുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. രണ്ടാമത്തെ മോളായപ്പോൾ തുടങ്ങി എനിക്ക് ഈ കണ്ടീഷൻ ഉണ്ട്. പക്ഷേ എനിക്കത് അറിയില്ലായിരുന്നു ഹെർണിയ ആണെന്ന്. ഇൻസ്റ്റഗ്രാമിൽ യാദൃശികമായിട്ടൊരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഹെർണിയ ആണെന്നുള്ളതും. അങ്ങനെയാണ് ഡോക്ടറിൻ്റെ അടുത്ത് പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തതൊക്കെ. സത്യം പറഞ്ഞ വേദന എടുത്തിട്ട് നടക്കാനൊന്നും വയ്യെങ്കിലും നടന്നല്ലേ പറ്റുള്ളൂ. 2 C-സെക്ഷൻ കഴിഞ്ഞ് നമുക്കിതൊക്കെ എന്ത് അല്ലേ. കുറച്ച് ദിവസമായിട്ട് കഞ്ഞി തന്നെയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചോറ് തിന്നാനൊരാഗ്രഹം. അങ്ങനെ ഇത്തിരി ഡോക്ടർ കഴിച്ചോളാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ചോറൊക്കെ ആയിട്ട് കഴിച്ചതാണ്. ശരിക്കും സർജറി കഴിഞ്ഞതിൻ്റെ നല്ല ക്ഷീണം എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാം. ലാസ്റ്റ് ഇത്തിരി സാമ്പാറും കൂട്ടി ചോറ് വായിലേക്ക് വെച്ചപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത് സത്യം പറഞ്ഞാൽ. ഇനി എന്നെ കാണാൻ 2 അതിഥികൾ വന്ന വിശേഷം കേട്ടോ ഞാൻ കാണിക്കുന്നത്. വേറെ ആരുമല്ല, എൻ്റെ 2 കുട്ടികളാണ്. മൈ ഓൺ പ്രൊഡക്ട്സ്. അമ്മയ്ക്ക് പ്രാണവേദന മോൾക്ക് വീണവായന എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ, ഇതാണത്. അവരെ ആശുപത്രി മുറി അങ്ങനെ ഒരു പ്ലേ ഗ്രൗണ്ടാക്കി മാറ്റി എന്നുള്ളതാണ്.